28 അധ്യായം. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. എന്നാൽ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. അവൻ യിസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു, ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛാചാരപ്രകാരം തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു. അവൻ പൂജാഗിരികളിലും ഓരോ പച്ചവൃക്ഷത്തിൻ കീഴിലും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. ആകയാൽ അവന്റെ ദൈവമായ യഹോവ അവനെ അരാം രാജാവിന്റെ കയ്യിലേൽപ്പിച്ചു. അവർ അവനെ തോൽപ്പിച്ച് അവരിൽ അസംഖ്യം പേരെ പിടിച്ച് ദമ്മേശെക്കിലേക്ക് കൊണ്ടുപോയി. അവൻ ഇസ്രായേൽ രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കപ്പെട്ടു. അവനും അവനെ അതികഠിനമായി തോൽപ്പിച്ചു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് രമല്യാവിന്റെ മകനായ പേക്കഹ് യഹൂദായിൽ 1,20,000 പേരെ ഒരേ ദിവസം സംഹരിച്ചു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. എഫ്രയീമ്യ വീരനായ സിക്രി രാജകുമാരനായ മയശേയാവേയും രാജധാനി വിചാരകനായ അസ്രീകാമിനെയും രാജാവിന് രണ്ടാമനായിരുന്ന എൽക്കാനെയും കൊന്നുകളഞ്ഞു. ഇസ്രായേല്യർ തങ്ങളുടെ സഹോദര ജനത്തിൽ സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി 200,000 പേരെ പിടിച്ചുകൊണ്ടുപോയി. വളരെ കൊള്ളയിട്ടു. കൊള്ളയും ശമര്യയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഓദേദ് എന്ന പേരോടെ യഹോവയുടെ ഒരു പ്രവാചകൻ അവിടെയുണ്ടായിരുന്നു. അവൻ ശമര്യയിലേക്ക് വന്ന സൈന്യത്തെ എതിരേറ്റ് ചെന്ന് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ യഹൂദായോട് കോപിച്ചിരിക്കൊണ്ട് അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ അവരെ ആകാശപര്യന്തം എത്തുന്ന ക്രോധത്തോടെ സംഹരിച്ചിരിക്കുന്നു. ഇപ്പോഴോ നിങ്ങൾ യഹൂദ്യരെയും യെരൂശലേമ്യരെയും ദാസീദാസന്മാരായി കീഴടക്കുവാൻ ഭാവിക്കുന്നു. നിങ്ങളുടെ പക്കലും നിങ്ങളുടെ ദൈവമായ യഹോവയോടുള്ള അകൃത്യങ്ങളില്ലയോ? ആകയാൽ ഞാൻ പറയുന്നത് കേൾപ്പിൻ. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ബദ്ധന്മാരെ വിട്ടയപ്പിൻ. അല്ലെങ്കിൽ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേലിരിക്കും. അപ്പോൾ യോഹാനാന്റെ മകൻ അസര്യാവ്, മെശില്ലേമോത്തിന്റെ മകൻ ബെരഖ്യാവ്, ശല്ലൂമിന്റെ മകൻ യെഹിസ്കിയാവ്, അദ്ലായിയുടെ മകൻ അമാസ എന്നിങ്ങനെ എഫ്രയീമ്യ തലവന്മാരിൽ ചിലർ യുദ്ധത്തിൽ നിന്ന് വന്നവരോട് എതിർത്തുനിന്ന് അവരോട്, നിങ്ങൾ ബദ്ധന്മാരെ ഇവിടെ കൊണ്ടുവരരുത്. നാം തന്നെ യഹോവയോട് അകൃത്യം ചെയ്തിരിക്കെ നമ്മുടെ പാപങ്ങളോടും അകൃത്യത്തോടും ഇനിയും കൂട്ടുവാൻ നിങ്ങൾ ഭാവിക്കുന്നു. നമുക്ക് വലിയൊരു അകൃത്യമുണ്ട്. ഉഗ്രകോപം ഇസ്രായേലിന്മേലിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാരും സർവ്വസഭയും കാണെ ആയുധപാണികൾ ബദ്ധന്മാരെയും കൊള്ളയെയും വിട്ടയച്ചു. പേർ ചൊല്ലി വിളിക്കപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് ബദ്ധന്മാരെ കൂട്ടി അവരിൽ നഗ്നന്മാരായവരെയൊക്കെയും കൊള്ളയിലെ വസ്ത്രം ധരിപ്പിച്ചു. അവരെ ഉടുപ്പിച്ചു ചെരുപ്പും ഇടിവിച്ച ശേഷം അവർക്ക് തിന്മാനും കുടിപ്പാനും കൊടുത്ത് എണ്ണയും തേപ്പിച്ചു. ക്ഷീണിച്ചു പോയവരെയൊക്കെയും കഴുതപ്പുറത്ത് കയറ്റി ഈന്തപ്പട്ടണമായ യെരീഹോവിൽ അവരുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നാക്കി ശമര്യയ്ക്ക് മടങ്ങിപ്പോയി. ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു. എദോമ്യർ പിന്നെയും വന്ന് യഹൂദ്യരെ തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു. ഫെലിസ്ത്യരും താഴ്വീതിയിലും യഹൂദായുടെ തെക്കുമുള്ള പട്ടണങ്ങളെ ആക്രമിച്ചു. താഴ്വീതിയിലും യഹൂദായുടെ തെക്കുമുള്ള പട്ടണങ്ങളെ ആക്രമിച്ചു. ബേത്ത്ശേമെശും അയ്യാലോനും ഗേദരോത്തും സോഖോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിമ്നായും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ച് അവിടെ പാർത്തു. ഇസ്രായേൽ രാജാവായ ആഹാസ് യഹൂദായിൽ നിർമര്യാദം കാണിച്ച് യഹോവയോട് മഹാദ്രോഹം ചെയ്തതുകൊണ്ട് അവന്റെ നിമിത്തം യഹോവ യഹൂദായെ താഴ്ത്തി. അശൂർ രാജാവായ തിഗ്ലത്ത് പിൽനെസർ അവന്റെ അടുക്കൽ വന്നിട്ട് അവനെ ബലപ്പെടുത്താതെ ഞെരുക്കിയതേയുള്ളൂ. ആഹാസ് യഹോവയുടെ ആലയത്തിൽ നിന്നും രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരുടെ പക്കൽ നിന്നും കവർന്നെടുത്ത് അശൂർ രാജാവിന് കൊടുത്തു. എങ്കിലും ഇതിനാൽ അവന് സഹായമുണ്ടായില്ല. ആഹാസ് രാജാവ് തന്റെ കഷ്ടകാലത്തുകൂടെയും യഹോവയോട് അധികം ദ്രോഹം ചെയ്തു. എങ്ങനെയെന്നാൽ അരാം രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടതിന് ഞാൻ അവർക്ക് ബലി കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ തോൽപ്പിച്ച ദമ്മേശെക്കിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു. എന്നാൽ അവ അവനും എല്ലാ ഇസ്രായേലിനും നാശകാരണമായി ഭവിച്ചു. ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചുകളഞ്ഞ് യെരൂശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങളുണ്ടാക്കി. അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവൻ യഹൂദായിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികളുണ്ടാക്കി തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും സകല പ്രവൃത്തികളും ആദ്യവസാനം യഹൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആഹാസ്
തന്റെ പിതാക്കന്മാരെപ്പോലെ നിദ്ര പ്രാപിച്ചു. അവനെ യെരൂശലേം നഗരത്തിൽ അടക്കം ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ല താനും. അവന്റെ മകനായ യെഹിസ്കീയാവ് അവന് പകരം രാജാവായി.